സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മീഷനെ തുടർന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളും എന്നെപ്പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പത്രമാധ്യമങ്ങളിലും പതിവായി കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നു. എൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ വിട്ട് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. മറ്റൊന്ന്, 90കളിൽ സി ക്ലാസ് തിയേറ്ററിൻ്റെയൊക്കെ സ്ക്രീനിനെ പ്രകമ്പനം കൊള്ളിച്ച നടി ഷക്കീല തൻ്റേതായ അഭിപ്രായവുമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. അവർക്കും പറയാനുണ്ട് അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും. ഷക്കീല എന്ന പേര് കൂടുതൽ മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും നേടുന്നു. അവരുടെ അഭിപ്രായങ്ങൾ ലീഡ് ന്യൂസായി തന്നെ മാധ്യമങ്ങളിൽ വരുന്നു. ഇതിനിടയിലാണ് അഭിനയമറിയാതെ എന്നൊരു ആത്മകഥാ പുസ്തകം ശ്രീ സിദ്ദിഖ് പ്രസിദ്ധീകരിക്കുന്നത്. ചലച്ചിത്ര നടൻ ശ്രീ സിദ്ദിഖ്. അപ്പോൾ പേര് കാച്ചിങ് ആണ്, അഭിനയമറിയാതെ. ഇപ്പോൾ ഭേദപ്പെട്ട അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളൊരു നടനാണ് സിദ്ദിഖ്. ഇപ്പോൾ ആരോപണ വിധേയനാണ് എന്നത് അത് വേറെ കാര്യം. എങ്കിലും അഭിനയം സ്വല്പം വശമുള്ളൊരു നടനാണ് സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് കാച്ചിങ് ആണ്. അപ്പോൾ ഈ പേരിനെ കുറിച്ച് പറയുമ്പോൾ മുമ്പും ചില സിനിമകളുടെ പേര് പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇപ്പോൾ MT വാസുദേവൻ നായർ IV ശശി ടീമിൻ്റെ ആൾക്കൂട്ടത്തിൽ തനിയെ, ആ പേരിൽ തന്നെ ഒരു കലാംശമുണ്ട്. ഒടുവിൽ കിട്ടിയ വാർത്ത, തിരക്കിൽ അല്പസമയം തുടങ്ങി ചില പേരുകളൊക്കെ ആ പേര് തന്നെ ആ കലാസൃഷ്ടിയിലേക്ക് ആസ്വാദകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ചിലപ്പോൾ ആ കലാസൃഷ്ടി പേരിൻ്റെ അത്രത്തോളം നിലവാരം കാത്തു സൂക്ഷിക്കണമെന്നില്ല, അത് വേറെ കാര്യം. പിന്നെ മറ്റൊന്ന്, അരങ്ങ് കാണാത്ത നടൻ. ശ്രീ തിക്കോടിയൻ്റെ ആത്മകഥ പുസ്തകത്തിൻ്റെ പേര് അരങ്ങ് കാണാത്ത നടൻ എന്നാണ്. ആ പേര് തന്നെ ഒരു കലാംശമുള്ളൊരു പേരാണ്. വായനക്കാരെ പുസ്തകത്തിലേക്ക് ആകർഷിക്കാൻ പോകുന്ന ശ്രീ തിക്കോടിയൻ എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുന്നവർ ഈ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പുസ്തകത്തിലേക്ക് ശ്രീ തിക്കോടിയനെ അറിയുന്നവരും അറിയാത്തവരെയും ആകർഷിക്കത്തക്കൊരു പേരാണ് അരങ്ങു കാണാത്ത നടൻ. അപ്പോൾ ഷക്കീലയുടെ അഭിപ്രായത്തെക്കുറിച്ച് ആണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ തുടർന്നും പല ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും മറ്റും കമൻറ്റുകൾ വരുന്നു. മാധ്യമരംഗമാകെ ഈ ചർച്ച കൊണ്ട് ചൂടായിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ഹാസ്യനടൻ, പേരെവിടെ ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ, ഒരു ട്രാൻസ്ജെൻഡറോട്, അഭിനയമോഹവുമായി വന്ന ഒരു ട്രാൻസ്ജെൻഡറോടും മോശമായി പെരുമാറിയ കഥയും ഇടയ്ക്ക് കേൾക്കുന്നു. അപ്പോൾ ഹാസ്യനടൻ്റെ പെരുമാറ്റം ഹാസ്യം ജനിപ്പിക്കുന്നു എന്നത് മറ്റൊരു അനുബന്ധ ഒരു വാൽക്കഷ്ണം മാത്രമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, പലരെയും ഇവിടെ പേരുകളും വിശദാംശങ്ങളും ഞാൻ അക്കമിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളും എന്നെപ്പോലെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ പേരുകളും വിശദാംശങ്ങളും ഒന്നും നിങ്ങളുടെ അക്കമിട്ട് നിരത്തി പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ പഠിപ്പിച്ച് സ്വയം പരിഹാസ്യനാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ചുരുക്കം. നമ്മുടെയൊക്കെ വാർത്താമാധ്യമങ്ങൾ കാണുകയാണല്ലോ. ശ്രീ KS ഗോപാലകൃഷ്ണൻ ഇപ്പോൾ സിനിമയിൽ സജീവമല്ല. എങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് പുള്ളിയെപ്പോലെ ചില സംവിധായകരുടെ ചിത്രങ്ങളായിരുന്നു അന്ന് കുടുംബ സദസ്സുകൾ ഭയത്തോടുകൂടെ കണ്ടിരുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിലെ ചർച്ചകളും
അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അലക്കുന്ന വിഷയങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ പഴയ അടൽസൊള്ളി സംവിധായകർ എത്രത്തോളം പാവങ്ങളായിരുന്നു. അവരുടെ സൃഷ്ടികൾ ഇത്രയും കുത്തഴിഞ്ഞ ആഖ്യാനം അല്ലെങ്കിൽ ആ വൾഗാരിറ്റി അതിലുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് പോവുകയാണ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ, പ്രതികരിക്കാതെ വീഡിയോ കാണുന്നത് കൊണ്ട് എൻ്റെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ആവുന്നില്ല. എൻ്റെ വീഡിയോയെക്കുറിച്ച് വിശദമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.